വെള്ളരി വർഗ്ഗങ്ങൾ, മത്തൻ, കുമ്പളം, തണ്ണിമത്തൻ, അതുപോലെ തന്നെ വെള്ളരി, ഈ വക കൃഷികളിൽ ഇന്ന് വ്യാപകമായി കാണുന്നതാണ് ഇല കരിയുന്ന ഒരു സമ്പ്രദായം. ഇല കരിയുക. അതിൻ്റെ ഫോട്ടോ ഇതിനോടനുബന്ധിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കർഷകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫോട്ടോ ആണ് ഇത്. ചൂടുവെള്ളം വീണാൽ ഇല കരിയുന്ന പോലെ ഇല വാടുക. ചൂടുവെള്ളം വീണ് കഴിഞ്ഞാൽ ഇല വാടുന്ന പോലെ അതിന് മുകളിൽ ചെറിയൊരു പൗഡർ പോലെ ഒരു പൊടിയും കാണാം. ഇത് വ്യാപകമായിട്ട് കാണാൻ സാധ്യതയുണ്ട്, പല തോട്ടങ്ങളിലുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ടമാനം കീടനാശിനി അതുപോലെ കുമിൾനാശിനി തെളിച്ചിട്ട് കാര്യമില്ല. ഇതും സത്യം പറഞ്ഞ ഒരു ഫംഗസാണ്. പൗഡറി മിൽഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പൗഡർ പോലെ കാണാം. അത് ആ പൂപ്പൽ ഇലകളുടെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കും. ആ പൂപ്പൽ ഇലയിൽ വാട്ടങ്ങളുണ്ടാക്കും, ഇല കരിച്ചൽ രോഗം ഉണ്ടാക്കും. ഇത് പ്രധാനമായിട്ട് ഇപ്പോൾ തണ്ണിമത്തനൊക്കെ കൃഷി വ്യാപകമാണ്. തണ്ണിമത്തനിലൊക്കെ വ്യാപകമായിട്ട് കാണും, പൊട്ടുവെള്ളരിയിൽ കാണുന്നു. അതുപോലെ തന്നെ കുമ്പളം, മത്തൻ, വെള്ളരി എന്നീ വർഗ്ഗങ്ങളിലെല്ലാം ഇതിൻ്റെ കൈപ്പയിൽ കാണുന്നുണ്ട്. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഫോട്ടോകൾ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃഷിക്കാർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രോഗാവസ്ഥ അറിയാം. ഇതിനെതിരെ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് സൾട്ടാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഫംഗിസൈഡാണ് സൾട്ടാഫ്. സൾട്ടാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റബിൾ സൾഫറാണ്. ഇതിൻ്റെ വിഷവീര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഗ്രീനാണ്, ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം തീരെ കുറവാണ്, വളരെ കുറവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് വെറ്റബിൾ സൾഫറാണ്. സൾഫർ ഗന്ധകമാണ്, ഗന്ധകത്തിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഈ ഫംഗസിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫംഗസുകൾ നശിച്ചു പോകും. ഇതാണ് ഏറ്റവും നല്ലത്. ഏകദേശം 170 രൂപ വിലയുള്ള ഒരു ഇതാണ്. ഇതൊരു ചെറിയ മൂലവും കൂടിയാണ് ചെടികൾ വളരാൻ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് സാധാരണ രീതിയിൽ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്യുക. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ഇലകൾ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇലകൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ചൂടുവെള്ളം, തിളച്ച വെള്ളം വീണ പോലെയുള്ള ആ ഒരു ഇല കരിച്ചൽ രോഗമൊന്നും മാറില്ല. അത് വന്നു. കാരണം മിക്ക കർഷകർക്കും തോന്നലുണ്ട് ഇത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിൽ ഇലകൾ വരില്ല. പുതിയ ഇലകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയ ഇലകളിൽ ഈ രോഗമില്ലെങ്കിൽ ഇത് എഫക്റ്റീവായി എന്നുള്ള അർത്ഥം. ഈ കുമിൾനാശിനി വളരെ എഫക്റ്റീവായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും നല്ല ഒരു മാർഗം. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ സ്പ്രേ ചെയ്യാൻ, അധികാലത്ത് സ്പ്രേ ചെയ്യേണ്ടത് നല്ലത്. അതുപോലെ തന്നെ ചെടികളുടെ ഗ്രോത്തും നല്ല സൂപ്പറായിട്ട് വരും. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതുപോലെയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇൻഡോഫിൽ Z78 എന്ന് പറഞ്ഞിട്ടുള്ളത്. സിങ്കിൻ്റെ അംശം കൂടുതലുള്ളതാണ് ഇൻഡോഫിൽ Z78. ഇതും വളരെ എഫക്റ്റീവായിട്ട് ഈ രോഗത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. ഏതെങ്കിലും ഒന്ന് മതി, എല്ലാം കൂടി അടിക്കേണ്ട കാര്യമില്ല. Z78 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മതി. ഇലകളിൽ അടിക്കുകയാണെങ്കിൽ ഈ രോഗത്തിന് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് Z78. സിങ്ക് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഇനി ഇത് അടിച്ചു കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ കാൽഷ്യം ബോറോണും കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അടിക്കുമ്പോൾ പുതിയ ഇലകളൊക്കെ നല്ല ഗ്രോത്ത് കിട്ടും, നല്ല പച്ചപ്പ് വരും. അതുപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി കൂടും. അതായത് അതിൻ്റെ പാക്കിജനവും കൂടുതൽ, അതിൻ്റെ ക്ലോറോഫിൽ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ഭക്ഷണം പാകം ചെയ്യും. അതുപോലെ തന്നെ അത് ഗ്രോത്തിന് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹൈഡ്രോസ്പീഡ് കാൽഷ്യം ബോറോണും കൂടിയിട്ടുള്ളതാണ്, കാൽഷ്യം നൈട്രേറ്റും ബോറോണും കൂടിയിട്ടുള്ളതാണ് ഇത് സ്പ്രേ ചെയ്യുക. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും
എൻ്റെ ഫോൺ നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്.